എല്ലാവർക്കും നമസ്കാരം. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. എല്ലാവർക്കും ബലി പെരുന്നാൾ ആശംസകൾ നേരാണ്. ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് ബലി പെരുന്നാൾ. ഈ അവസരത്തിൽ ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളുമായിട്ട് ഞാനൊരു സ്റ്റോക്കും കൂടി ഇന്ത്യയിലെ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യാണ്. ഇത് മറ്റ് ഒന്നുമല്ല, ഈ കേരളത്തിൽ നിന്നുള്ള വി-ഗാർഡ് ഇൻഡസ്ട്രീസാണ്. നമ്മൾ വി-ഗാർഡിൻ്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ത്യാഗത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. 2011 ഫെബ്രുവരി മാസത്തിൽ വി-ഗാർഡിൻ്റെ സാരഥി കൊച്ചൗസ് ചിറ്റിലപ്പള്ളി അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി സ്വമേധയാ ഒരു പാവപ്പെട്ട ട്രക്ക് ഡ്രൈവർക്ക് ഡൊണേറ്റ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ത്യാഗം ചെയ്തത്. ലോകത്തിൽ ഒരു കോർപ്പറേറ്റ് ലീഡറും ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് കൊച്ചൗസ് ചിറ്റിലപ്പള്ളി അന്ന് നടത്തിയത്. തീർച്ചയായിട്ടും വളരെ വളരെ ത്യാഗ മനോഭാവമുള്ള അദ്ദേഹത്തിൻ്റെ ഈ പ്രവൃത്തി അദ്ദേഹത്തിൻ്റെ കമ്പനികളിലുള്ള ഗ്രോത്തിനെ സഹായിച്ചിട്ടുണ്ട്. അതിനുശേഷം അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉയർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ത്യാഗ മനോഭാവത്തിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾക്ക് എന്നും കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ബലി പെരുന്നാൾ ദിനത്തിൽ ഞാൻ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്നത് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് ആണ്. ലോങ് ടൈം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് താല്പര്യമുള്ള ഇൻവെസ്റ്റേഴ്സിന് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് വാങ്ങി ലോങ് ടൈമിലേക്ക് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സജഷനാണ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്. ഇതിന് കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കിഡ്നി ഡൊണേറ്റ് ചെയ്തതിന് ശേഷം അദ്ദേഹത്തിന് പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഗിഫ്റ്റ് അദ്ദേഹത്തിൻ്റെ കമ്പനികളിലുണ്ടായിട്ടുള്ള വളർച്ച, അദ്ദേഹത്തിൻ്റെ മറ്റ് സെക്ടറുകളിലുണ്ടായിട്ടുള്ള ഗ്രോത്ത്, ഇതൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ള പ്രകൃതിയുടെ വരദാനം കൂടിയാണ്. അദ്ദേഹം ഒരു ത്യാഗ മനോഭാവം ചെയ്യുമ്പോൾ അതിനുള്ള പ്രതിഫലം തന്നെയാണ്. അദ്ദേഹം പ്രതിഫലം ഇച്ഛിച്ചിട്ടൊന്നും നൽകിയിട്ടുള്ളതൊന്നുമല്ല. എന്നിരുന്നാലും ഇത് വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് അദ്ദേഹത്തിന് ഇന്നുമുണ്ട്, ഭാവിയിലും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കോർപ്പറേറ്റുകൾക്കെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ കമ്പനികൾക്കെല്ലാം തന്നെ ഈ ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ തന്നെയാണ് എനിക്കുള്ളത്. വി-ഗാർഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിന്നുള്ളൊരു കമ്പനിയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ മറ്റ് പല സംസ്ഥാനങ്ങളിലും മാനുഫാക്ചറിങ് യൂണിറ്റൊക്കെ ഉണ്ട്. കൺസ്യൂമർ ഡ്യൂറബിൾ രംഗത്ത് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതിൽ ആ കമ്പനി മാനേജ്മെൻറ്റ് വളരെ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ വളരെ ഹ്യൂജ് ഡിമാൻഡാണ് ഈ കമ്പനിയുടെ പ്രൊഡക്റ്റുകൾക്കുള്ളത്. ഇപ്പോൾ പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാണ്. കിച്ചൺ ഐറ്റംസ് ഉണ്ട്, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് ഉണ്ട്. ഭാവിയിൽ ഒരു പക്ഷേ ധാരാളം കൺസ്യൂമർ ഡ്യൂറബിൾ ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യാത്ത തരത്തിലുള്ള കൺസ്യൂമർ ഡ്യൂറബിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ചാൻസസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ഗ്രോത്ത് പ്രോസ്പെക്ട്സ് ആണ് ഈ കമ്പനിക്കുള്ളത്. കഴിഞ്ഞ റിസൾട്ട് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ട് നോക്കുകയാണെങ്കിലും എക്സലൻറ്റ് റിസൾട്ടാണ് പുറത്ത് വിട്ടിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മൾ ഫണ്ടമെൻ്റൽസൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ പ്രൈസ് ഏർണിംഗ് റേഷ്യോ നോക്കുകയാണെങ്കിൽ 69 PE റേഷ്യോ. പിയർ ടു പിയർ കമ്പാരിസൺ നോക്കുകയാണെങ്കിൽ ഹയർ ലെവലിലൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മളിത് കാണുന്നത് ഈ കമ്പനിയുടെ പ്രൊമോട്ടറുടെ ത്യാഗ മനോഭാവത്തിനും അതുപോലെ തന്നെ കമ്പനിയുടെ പോളിസി, അദ്ദേഹത്തിൻ്റെ ത്യാഗ മനോഭാവത്തിനനുസരിച്ചുള്ള പോളിസി തന്നെയാണ് ഈ കമ്പനികളും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് ഭാവിയിലും നല്ല രീതിയിൽ മുന്നേറാൻ ചാൻസ് ഉള്ളൊരു കമ്പനിയാണ്. ഇതിൻ്റെ മറ്റ് പാരാമീറ്റേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ ഇക്വിറ്റി ക്യാപിറ്റൽ 43.44 കോടിയാണ്. ഇതിൽ പ്രൊമോട്ടർ ഹോൾഡ് ചെയ്യുന്നത് 54.48%. ഫേസ് വാല്യൂ 1. നല്ല രീതിയിൽ ഡിവിഡൻഡും പേ ചെയ്യുന്നൊരു കമ്പനിയാണ്. ഇപ്പോൾ കോട്ട് ചെയ്യുന്നത് 400 രൂപ നിരക്കിലാണ്. എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അടുത്ത 1-2 വർഷത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് 50% അപ്രീസിയേഷൻ കറണ്ട് ലെവലിൽ നിന്ന് ലഭിക്കാൻ സാധ്യതയുള്ള നല്ലൊരു സ്റ്റോക്കാണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ത്യാഗ മനോഭാവത്തിനുള്ള ഒരു പ്രതിഫലം
കൂടിയായിട്ട് നമുക്കിതിനെ കണക്കാക്കാം. അദ്ദേഹം പ്രതിഫലം ഇച്ഛിച്ചിട്ടൊന്നുമല്ല അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്തിട്ടുള്ളത്. പക്ഷെ എന്നിരുന്നാലും നമ്മളൊരു ഹ്യൂമൻ ബീയിങ്സ് ഇത്തരത്തിലുള്ള ത്യാഗ മനോഭാവം ചെയ്യുമ്പോൾ അതിൻ്റേതായ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഈ കമ്പനിയിൽ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും നിക്ഷേപിക്കാമെന്നാണ് എൻ്റെ ഒരു സജഷൻ. അപ്പോൾ ലോങ് ടേം പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിക്ഷേപിക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ധൈര്യമായിട്ട് വി-ഗാർഡ് ഇൻഡസ്ട്രീസ് പ്രിഫർ ചെയ്യാം. വാങ്ങി ഡെലിവറി ആയിട്ട് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 വർഷത്തിനുള്ളിൽ നല്ല റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് വി-ഗാർഡ് ഇൻഡസ്ട്രീസ്. ഞാൻ ഇന്നത്തെ ഈ സ്പെഷ്യൽ പോഡ്കാസ്റ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.